വിഷ്ണു, TDF ഇപ്പോൾ ഒരു അഴിമതി കേസുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ വാങ്ങിയ അതിൻ്റെ പർച്ചേസിൽ വൻ വിവാദം അല്ലെങ്കിൽ ഒരു അഴിമതി കണ്ടെത്തിയിട്ടാണ് അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്താണ് വിഷ്ണു പറയാനുള്ളത്? ഇതിപ്പോ LDF ഭരണകാലത്തിനായിരുന്നു. അപ്പോൾ പുതിയ UDF സർക്കാർ അധികാരമേറ്റു. അപ്പോൾ ഓരോ കാര്യങ്ങൾ LDF പിണറായി വിജയന്റെ കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഓരോ ക്രമക്കേടുകളും ഓരോ അഴിമതികളും എല്ലാം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ KSF2 ബസ്സുകളുടെ ഒരു ചേസി പൊട്ടുക എന്നുള്ളത്. ഇതൊരു നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരാളുടെ സാധാരണക്കാരന്റെ ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ ഒരിക്കലും നമുക്ക് എങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് ഏറ്റവും വലിയ ഈ KSF2 ബസ്സുകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഘോഷപൂർണ്ണമായിട്ട് നമ്മുടെ പത്തനാപുരംകാരൻ ഗണേഷ് കുമാർ ഇറക്കിയ ഒരു കാര്യമായിരുന്നു. വലിയ ആഘോഷമായിട്ട് പൊതുനിരത്തിലൊക്കെ വലിയ ആഘോഷമായിട്ട് ആ ഒരു അഭിമാനകരമായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഈ KSF2 ബസ്സുകൾ എന്ന് പറയുന്നത്. അതിന്ന് ഇപ്പോൾ ഈ ഒരു സർക്കാരിന്റെ കാലത്ത് എത്തിയപ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാം മോശമാണ്. അത് ഇത്രയും മോശമായി അതിന്റെ ചേസ് പൊട്ടിയിരിക്കുകയാണ്. അത് 2-4 വർഷങ്ങൾ മാത്രമുള്ള ബസ്സുകളാണെന്ന് ഓർക്കണം. അതാ 2 വർഷമൊക്കെ പഴക്കമുള്ളൂ. ആ ബസ്സുകളുടെ ചേസിയാണ് ഈ പൊട്ടിയിരിക്കുന്നത്. ഇതൊരു ജീവന്റെ, ഇപ്പോ ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവന്റെ വില ഇവരെന്താ കണക്കാക്കാൻ പോകുന്നത്? ഇതിലിപ്പോ TDF മുന്നോട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് സ്ക്രാപ്പ് കൊണ്ടുണ്ടാക്കിയ, അതായത് സ്ക്രാപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ പൊട്ടുന്നു, ഇത് കമ്പനിക്കാർ വന്ന് വെൽഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരുപാട് ധനനഷ്ടവും കൂടാതെ യാത്രാ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്നത് അത് വളരെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് നികുതി കൊടുക്കുന്നത്? അവർക്ക് വ്യക്തമായ ജീവിത സാഹചര്യം കിട്ടാനും അവർ കൃത്യമായ യാത്രാ സൗകര്യം കിട്ടാനും ഒക്കെ അല്ലേ അവർ ഈ നികുതി കൊടുത്ത് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഈ ഒരു നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്നത്. യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഒരു പൗരന്റെ അല്ലെങ്കിൽ ആ ഒരു ജീവിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരാളുടെ അവകാശമല്ലേ? അതല്ലേ ഇവിടെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഉണ്ടായിട്ടുള്ള അഴിമതി എന്താണെന്ന് വെച്ചാൽ ചേസി പൊട്ടിയത് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. ഒരു ബസ്സിന്റെ ചേസി പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഒരു ബസ്സിന്റെ ഏറ്റവും ബലമുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആണ്, അതിന്റെ ബോഡി മാറ്റി നിർത്തിയാലുള്ള ഭാഗമാണത്. അതെങ്ങനെ അത് പൊട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലുണ്ടാക്കിയിട്ടുള്ള ക്രമക്കേട് എന്താണ്? അതിലുണ്ടാക്കിയിട്ടുള്ള അഴിമതി എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഗണേഷ് കുമാർ ആയിരുന്നു കേട്ടോ നമ്മളുടെ ഗതാഗത മന്ത്രി. എല്ലാവരും വൻ എന്തൊക്കെയോ പുതിയ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചതായിരുന്നു. അതെ, ഗണേശേട്ടൻ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആണ്. ചില കാര്യങ്ങളിൽ മാത്രമേ ഇപ്പൊ പ്രതികരിക്കാറുള്ളൂ. അപ്പൊ അദ്ദേഹം കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്ന ഗതാഗത വകുപ്പായിരുന്നു. അത് ഇന്നിപ്പോ CP ജോണിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. അർഹമായ കൈകളിൽ തന്നെയാണ്. ഇന്നിപ്പോ ഈ ചേസിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ തന്നെ അദ്ദേഹം വേണ്ട നടപടികൾ എന്തായാലും എടുക്കുമെന്നും കൃത്യമായ നടപടികൾ എടുക്കുമെന്നും ഇവിടെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത്തരം ഷാസി പൊട്ടുക മാത്രമല്ല, ഇതിന്റെ വിവിധ പാർട്സുകൾക്കും ഇടയ്ക്കിടെ കംപ്ലൈന്റുകൾ വരുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് ക്രമക്കേട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലേ? ഉറപ്പായിട്ടും അത് മൊത്തത്തിലൊരു ക്രമക്കേടാണ്. പർച്ചേസിൽ മൊത്തമായിട്ടും അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ TDF മുന്നോട്ട് വെക്കുന്നത്. അതിപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോ ഗണേഷ് കുമാറുടെ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് വളരെയധികം അദ്ദേഹം പ്രശസ്തനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗതാഗത മന്ത്രി, അർഹിച്ച ഗതാഗത മന്ത്രി, അല്ലെങ്കിൽ ഇതുപോലൊരു ഗതാഗത മന്ത്രിയാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഗതാഗത വകുപ്പിൽ അടിമുടി പൊളിച്ചു മാറ്റം വരുന്നു, മാറ്റത്തിന്റെ ഉയർന്ന കാറ്റ് വരുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാറിന്റെ കാലത്ത്. ഇതാണോ മാറ്റം? ഈ മാറ്റമാണോ ഈ കാറ്റാണോ നമ്മൾ കൊള്ളാനിരിക്കുന്നത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ടുപോയി മാറ്റം. അതാണ്, ആ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. ആ മാറ്റം ഇവിടെ കേരള ജനത അത് അർഹിക്കുന്നില്ല, അംഗീകരിക്കില്ല. ഈ കേരള ജനത അത് അംഗീകരിക്കില്ല. അതിനെ തുടച്ചു മാറ്റി. അതുകൊണ്ടാണ് ഇപ്പൊ പത്തനാപുരത്ത് ഇപ്പൊ ആളില്ല. എന്തായാലും അത് ആ LDF ഭരണത്തിന്റെ പൊതുവെ എല്ലാവരുടെയും
ഒരു അഴിമതി നിറഞ്ഞൊരു ഭരണമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഴിമതിയില്ലാത്ത 10 വർഷങ്ങൾ. അതെ, ഇപ്പൊ നവകേരള ബസ്സൊക്കെ പിന്നെ എവിടെ പോയി എനിക്കറിയില്ല. ആ നവകേരള ബസ് കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ എത്ര കോടിയായിരുന്നു മറന്നു, ഒരുപാട് ഞാൻ ഓർക്കുന്നില്ല. ഒരുപാട് വളരെയധികം പൈസ മുടക്കി ഇത്രയും ഒരു എനിക്ക് ഏറ്റവും വിഷമം വന്നൊരു കാര്യം ആ കാലഘട്ടത്തില് ഈ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിന്റെ മതില് പൊളിക്കുകയുണ്ടായി. അപ്പോ ഈ ഇടയ്ക്ക് നമ്മളുടെ പിണറായി വിജയൻ ഇവിടെ കള്ളാടിയിലെത്തി, ദുരന്ത നിവാരണ സ്ഥലത്ത് വയനാട്ടില് കള്ളാടിയിലെത്തി. അവിടെ അദ്ദേഹത്തിന് എന്താ മതില് പൊളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, റോഡ് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ. എത്ര സിമ്പിളായിട്ട് അദ്ദേഹം വന്നത്, ഒരു കുഴപ്പമില്ലായിരുന്നു, ചെളി ചവിട്ടാൻ കുഴപ്പമില്ലായിരുന്നു, മുണ്ട് മടക്കി കുത്തി ചെളി ചവിട്ടില്ല അദ്ദേഹം വന്നേ. ഇത് ഭരണകാലത്തായിരിക്കുമ്പോ തങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് എല്ലാം ചെയ്യുന്നു, ആരും ചോദിക്കാനില്ലല്ലോ. ഇവിടെ ഇത് ഇത്രയും അഴിമതി, ഒരു മനുഷ്യന്റെ ജീവന് തന്നെ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു അഴിമതി കാണിച്ചിരിക്കുകയാണ് ഇവിടെ ഗണേഷ് കുമാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ. ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ കൃത്യമായ അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിനെ കൃത്യമായ നടപടി എടുക്കുക തന്നെ വേണം. അതിന് CP ജോൺ ഉറപ്പായിട്ടും ഇവിടെ അന്വേഷണത്തിന് ആരംഭിച്ചിട്ടുണ്ട്. വരും കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണേണ്ടതാണ്. കൂടാതെ ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ജനങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് KSRTC എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളറിയാത്ത ഒരുപാട് അഴിമതി ഇനിയും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. ഒരുപാട് ഇനി വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ടെന്നേ. ഇപ്പൊ ഇതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇത് എല്ലാത്തിനും ചോദ്യം ചോദിപ്പിച്ചിട്ടേ, അല്ലെങ്കിൽ ഈ കുമ്പസാരം എന്ന് പറയില്ലേ, എല്ലാവരെയും കുമ്പസാരം ചെയ്യിപ്പിച്ചിട്ടേ VD സതീശൻ സർക്കാർ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. കാരണം എല്ലാത്തിനും അവര് 10 കൊല്ലം സഹിച്ചതാണ്. ഇതങ്ങനെ വെറുതെ വിടുന്ന കാര്യമല്ല, ഒരിക്കലും വെറുതെ വിടില്ല. ഓരോ കാര്യങ്ങളും ഇതുപോലെ ഒരുപാട് അഴിമതികൾ പുറത്തു വരാനുണ്ട്. എല്ലാത്തിനെയും പിടിച്ചിരിക്കും, എല്ലാവരെയും കുമ്പസാരം ചെയ്യിപ്പിച്ചിരിക്കും, അതിലൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു KSRTC ആണ്. KSRTC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കേരളത്തിന്റെ പൊതുമുതലാണ്, അല്ലെങ്കിൽ പൊതുവായ ഏറ്റവും വലിയ ഒരു പൗരന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മുതലായ ഒരു വാഹനമാണ്. അപ്പൊ അതില് ക്രമക്കേടുണ്ടാവുക എന്ന് പറയുന്നു ഒന്നാത്തതിന് അത് നഷ്ടമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരമൊരു സ്ഥാപനത്തിലാണ് ഇത്രയും വലിയ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഇതിന് കൃത്യമായ നടപടി എടുക്കേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായും. കൂടാതെ ഒന്നാമത് കൊട്ടിഘോഷിച്ച് ആ ഒരു സമയത്ത് സൈബർ ഇടങ്ങളിലൊക്കെ ഭയങ്കരമായി ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് രംഗത്തുണ്ടായിരുന്നു. അതായത് പുതിയ ബസ്സുകൾ ഇറക്കുക, പുതിയ പുതിയ പരിഷ്കാരങ്ങൾ, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അതൊന്നും പിന്നെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ പരിഷ്കാരങ്ങൾ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇത്. അപ്പോൾ അതിലിങ്ങനെ ഒരു അഴിമതി വന്നത് ഇത് VD സർക്കാർ തന്നെ വേണ്ടി വന്നു. അതിനൊരു മുന്നോട്ടേക്കൊരു നീക്കുപോക്ക് കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും കരുതാം. പ്രതീക്ഷയുണ്ട്. നമുക്ക് ഇവിടെ CP ജോൺ ആണല്ലോ നമ്മളുടെ നിലവിലെ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും ഒരു നടപടി എടുക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. കൃത്യമായ നടപടി എടുത്തിരിക്കുമെന്നുള്ള ഉറപ്പാണ്. ആ ഒരു കേരളത്തിൻ്റെതായ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ KSRTC ഉള്ളത്. മറ്റേ ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്കാണ്. ഇപ്പൊ ഈ പ്രിയദർശിനി വന്നതോടെ തന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള പ്രൈവറ്റ് ബസ്സുകാരാണ് അത് പ്രധാനമായും ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CP ജോൺ ഇവിടെ കൃത്യമായ നടപടിയെടുക്കും. തെറ്റ് ചെയ്തത് ആർക്കായാലും വെള്ളം കുടിക്കുമെന്നുള്ളതാണ്, അതിലൊരു സംശയമില്ല. ആ നടപടി ജനങ്ങൾക്ക് ജനപ്രിയമായിരിക്കുമെന്നും ഉറപ്പാണ്.